തേർഡ് സ്പോട്ട് ട്രക്കിൻ്റെ പൊസിഷനിങ് പോസിബിളി ഹയസ്റ്റ് ആണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷൻ. അർജുനൻ്റെ ശരീരം അവിടെ ഉണ്ടെങ്കിൽ ആ ബോളിയുടെ അകത്ത് നമ്മൾ എടുക്കണമെങ്കിൽ എപ്പോഴാണ് അതിനെ എടുക്കേണ്ടത്? അവിടെ 6 knots വരെ കറണ്ട്, 6+ knots കറണ്ട് ഉണ്ട്. പക്ഷേ 6 knots 8 knots ഡൈവ് ചെയ്യുക പറഞ്ഞാൽ സ്വന്തം ഓൾമോസ്റ്റ് സുസൈഡൽ പോലെ ആയിരിക്കും. ആ ഒരു ഇമ്പാക്റ്റിൽ ക്യാബിൻ സെപ്പറേറ്റ് ആവുന്ന ചാൻസ് കുറവാണ്. അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ ഇന്നത്തെ സ്കാനിങ് ചെയ്തിട്ട് ഈ തേർഡ് മോസ്റ്റ് സ്പോട്ട് വിച്ച് ആർ ദി അൺഎക്സ്പെക്ടഡ് സ്പോട്ട് അവിടെ ആയിരിക്കും ട്രക്കിന്ന് ആവുന്ന ചാൻസ് ഹയസ്റ്റ് ചാൻസ്. ആ ഇൻഫർമേഷൻ നമ്മൾ റീസണബിൾ കോൺഫിഡൻസ് വെച്ചിട്ട് സിവിൽ അഡ്മിഷന് കൊടുത്തിട്ടുണ്ട്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 10 ദിവസം പിന്നിടുമ്പോഴും എത്തിക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ റഡാറിന്റെ തെരച്ചിൽ കൂടുതൽ വ്യക്തതയുള്ള കൃത്യതയുള്ള സൂചനകൾ തരും എന്ന് വിചാരിച്ചുവെങ്കിലും ഇപ്പോഴും അതിന് പൂർണ്ണതോതിൽ വിവരങ്ങൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡൈവിങ്ങിനെയും അങ്ങേയറ്റം തടഞ്ഞു നിർത്തുന്ന കാലാവസ്ഥ ആണ് ഗംഗാവാലി പുഴയിൽ ഉള്ളത്. എന്താണ് ഇനി ഈ ദൗത്യത്തിന്റെ വിജയത്തിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ? എന്തുമാത്രം പൂർണ്ണതോതിൽ ഈ ദൗത്യം വിജയിപ്പിക്കാൻ കഴിയും? ഏതൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകൾ അർജുനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തിരയുമ്പോൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷനിൽ നിന്നും. നമ്മളൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ സ്വപ്നരാജ്, അർജുൻ്റെ അയൽവാസി, ശ്രീ വേണു നായർ, ബ്രിഗേഡിയർ, മുൻ ആർമി ഓഫീസർ, അഡ്വക്കേറ്റ് വസന്ത് ശ്രീയക്ക്, കോൺഗ്രസിൽ നിന്ന് സച്ചിൻ ദേവ് MLA ആ സ്ഥലത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം സുനിൽ ഐസക്ക്, ഞങ്ങളുടെ പ്രതിനിധി, ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് രക്ഷാദൗത്യം റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യം സുനിലിലേക്ക്. സുനിൽ, ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് എന്ന് നമ്മൾ രാവിലെ വിചാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ദിശാസൂചികയായേക്കാവുന്ന ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൈവർമാർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു. ഇന്ന് നമുക്ക് ചില ചിത്രങ്ങളോ വ്യക്തതയോ ഒക്കെ കിട്ടിയേക്കുമെന്ന് വിചാരിച്ചു. ആ പ്രതീക്ഷിച്ചതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നം ഇന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള തെരച്ചിലാണ് ഇന്നു മുതൽ ആരംഭിച്ചത്. ഇന്നലെ കൃത്യമായി ഒരു സോണാർ സിഗ്നൽ ലഭിക്കുന്നു. ആ സിഗ്നലിൽ ലോറി എവിടെയുണ്ടെന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നു. ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റൽ നടപടികളൊക്കെ ആരംഭിച്ചു. മാത്രമല്ല ഈ ബൂം എന്ന് പറയുന്ന മണ്ണുമാന്തി യന്ത്രം ഒരെണ്ണം കൂടി ഇന്ന് സ്ഥലത്തെത്തിച്ചു. അങ്ങനെ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിവേഗതയിൽ ഇത്തരത്തിൽ തെരച്ചിൽ അവിടെ ആരംഭിക്കുന്നു. അതിനിടയ്ക്ക് ഡോൺ റഡാർ കൊണ്ടുവരുന്നു. അത് ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു. ഏതാണ്ട് 8 മുതൽ 10 തവണ വരെ ഈ ഭാഗത്ത്, ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് പരിശോധന നടത്തുന്നു. ആ നേരത്തെ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്ത് നിന്ന് അവർക്ക് 4 സിഗ്നൽ കൂടി ലഭിക്കുന്നു. ആ സിഗ്നൽ എന്തൊക്കെയാണെന്ന് കൃത്യമായി തിരിച്ചറിയുന്നു. അത് ഒന്ന് അർജുൻ്റെ ലോറിയാണ്, ടോറസ് ലോറി. മറ്റൊന്ന് ഈ റോഡിൻ്റെ കൈവരിയാണ്. മറ്റൊന്നൊരു മൊബൈൽ ടവറാണ്. അതുപോലെ ഈ ഒരു ടാങ്കറിൻ്റെ ഒരു ടാങ്കറിൻ്റെ ക്യാബിൻ. ഇങ്ങനെ 4 സാധനങ്ങളാണ് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ മേജർ ഇന്ദ്രപാൽ വിശദീകരിക്കുന്നത്. മാത്രമല്ല അവിടെ നടത്തിയ പ്രാഥമികമായ പരിശോധന അല്ലെങ്കിൽ ഈ ആദ്യഘട്ട പരിശോധനയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ഈ ക്യാബിനുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ആ പരിശോധന നടത്തിയ സ്ഥലത്തു നിന്നോ കൃത്യമായി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഈ ലോറി 2ആയി വിട്ടുപോയിട്ടുണ്ടാകും. അതായത് ടാങ്കറും ഒപ്പം ക്യാബിനും 2ആയി മാറിയിട്ടുണ്ടാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അതിനുള്ള സാധ്യതയില്ലെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഇത് തലതിരിഞ്ഞാണിത് മറിഞ്ഞു കിടക്കുന്നത്. ഏതാണ്ട് വെള്ളത്തിൽ നിന്ന് 5 മീറ്റർ താഴെ ഇതിൻ്റെ ടോപ്പ് ലെവലുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ഒരു നിഗമനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ഈ തെർമൽ മീറ്റർ അടക്കം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു മനുഷ്യ സാന്നിധ്യം ഈ ക്യാബിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ക്യാബിനിൽ അർജുനൻ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഈ മറിഞ്ഞതിൻ്റെ ആഘാതത്തിൽ ക്യാബിനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവാം. ഒപ്പം ഇന്ന് MLA പറഞ്ഞതുപോലെ അദ്ദേഹം പുറത്തിറങ്ങി ആരോടെങ്കിലും സംസാരിച്ച് നിൽക്കുന്ന സമയത്തോ മറ്റോ ആണോ ഈ ദുരന്തം ഉണ്ടായതെന്ന് കൃത്യമായി അറിയില്ല. എന്തായാലും ക്യാബിനുള്ളിൽ നിലവിൽ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ക്യാബിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തി അത് നാവികസേനയ്ക്ക് കൈമാറുക എന്നത് മാത്രമാണ് റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അവർക്ക് നൽകിയിട്ടുള്ള അവരെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി, അവരുടെ ദൗത്യം എന്ന് പറയുന്നത്. ബാക്കി എന്ത് എന്നുള്ള ചോദ്യത്തിനാണ്, അതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്. ഈ അർജുൻ ദൗത്യം അത് വരും ദിവസങ്ങളിലും നീണ്ടുപോവാൻ തന്നെയാണ് സാധ്യത. അത് നമുക്ക് വളരെ കൃത്യമായി ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം
ഈ ക്യാബിനുള്ളിൽ കുടുങ്ങി അർജുൻ കിടക്കുന്നുണ്ടെങ്കിൽ അർജുനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാണ്. 16 അംഗ സംഘം കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെയുണ്ട്. അവർക്ക് പക്ഷേ ഈ ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലം, അതായത് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന സ്ഥലം, അതല്ലെങ്കിൽ ട്രക്ക് ഉണ്ടെന്ന് കൃത്യമായി കണ്ടെത്തിയ സ്ഥലം, അവിടെ പോയി നങ്കൂരമിട്ട് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രമേൽ കാലാവസ്ഥ വലിയ പ്രശ്നമാണ്. കനത്ത മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു. ഒപ്പം ഈ പുഴയിലെ ഒഴുക്ക് അതിശക്തമായി തുടരുകയാണ്. പുഴ കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത്. മാത്രമല്ല ഈ ചിലയിടങ്ങളിൽ 15 മുതൽ 23 വരെ അടി ആഴം ഉള്ള പുഴയാണത്. ആ പുഴയിലെ ഒഴുക്ക് സാധാരണഗതിയിനേക്കാൾ വളരെ അധികം കൂടുതൽ ഒഴുക്കുള്ളൊരു പുഴയാണ്. സാധാരണഗതിയിൽ ഒരു നാവികസേന അംഗത്തിന്, അതായത് മുങ്ങൽ വിദഗ്ധന്, ഒരു ഒഴുക്കുള്ള പുഴയിൽ ഇറങ്ങി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഉണ്ടാവുന്നതിൻ്റെ 3 ഇരട്ടി ഒഴുക്ക് ഈ പുഴയിലുണ്ട്, അടിയൊഴുക്കെന്നാണ് ഇന്ന് മേജർ പറഞ്ഞത്. അതായത് ജീവൻ പോലും, അതായത് ഈ മുങ്ങൽ വിദഗ്ധരുടെ ജീവൻ പോലും നഷ്ടമാകുന്ന തരത്തിൽ അപകടകരമായ ഒരു അവസ്ഥയാണ് ഈ പുഴയിലുള്ളത്. അതുകൊണ്ട് അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സുനിലെ, ഈ ലോറി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തെന്ന് തന്നെ കരുതുക. ലോറിക്കകത്ത് നിന്ന് ഈ അർജുനെ കണ്ടെത്തുക, ഇനിയിപ്പോൾ അപായം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബോഡി കണ്ടെത്തുക എന്നത് ഒറ്റ പ്രതീക്ഷയിലാണോ മുന്നോട്ട് പോകുന്നത്? ഇനിയിപ്പോൾ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഈ രക്ഷാദൗത്യം, അല്ലെങ്കിൽ ഈ അർജുനെ കണ്ടെത്തുക എന്ന ദൗത്യം പിന്നെയും അനിശ്ചിതാവസ്ഥയിലാകുമോ? ലോറിക്കകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എവിടെ തിരയണമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം രൂപപ്പെടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല, ഈ ടാങ്കർ ലോറിയുടെ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ശരീരഭാഗം ഈ പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. അത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കി. DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൻ്റെ ഫലം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ ദുരന്തത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഉടമ തമിഴ്നാട് സ്വദേശിയായ ശരവണൻ്റേതാണ് ഈ ശരീരഭാഗമെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ശരീരഭാഗം ടാങ്കർ ലോറിക്ക് പുറത്തു നിന്നാണ് കിട്ടിയത്. അത് മാത്രമല്ല, അത് തെരച്ചിലല്ല കിട്ടുന്നത്, അത് കരയിൽ അടിഞ്ഞ നിലയിലായിരുന്നു ആ ശരീരഭാഗം ലഭിച്ചിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ നേരത്തെ മറ്റൊരു സ്ത്രീയുടെ കൂടി മൃതദേഹം കിട്ടിയിരുന്നു. അതും ഈ സംഭവം നടന്ന ഏതാണ്ട് 8 കിലോമീറ്റർ അകലെ നിന്നാണ് ആ മൃതദേഹവും ലഭിക്കുന്നത്. അതായത് അങ്ങനെ പുഴയിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഒഴുകിപ്പോയതാണെങ്കിൽ എവിടെയെങ്കിലും ആ മൃതദേഹം അടിയേണ്ട സമയമായി, അത് കിട്ടേണ്ട സമയമായി. അതുകൊണ്ടുകൂടിയാണ് ചിലപ്പോൾ ഒരുപക്ഷെ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സംശയം ഇപ്പോഴും പറയുന്നത്. എന്തായാലും ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പോലും അത് എടുക്കേണ്ടത്, അത് ആ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരേണ്ടത് ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാണ്. അവർക്കൊരു കാരണവശാലും അവിടെ മുങ്ങി തപ്പാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, അത് ഇന്നോ നാളെയോ ഒരുപക്ഷെ അത് മുങ്ങി തപ്പാൻ കഴിയണമെന്നില്ല. അങ്ങനെ കൃത്യമായി കളക്ടർ ലക്ഷ്മി പ്രിയ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതായത് കാത്തിരിക്കേണ്ടി വരും, ദുഷ്കരമാണ് ദൗത്യം. നാവികസേനയ്ക്ക് എന്താണോ പുഴയിൽ ഇറങ്ങാൻ കഴിയുന്നത് അന്ന് മാത്രമേ മുങ്ങിയുള്ള പരിശോധന നടക്കൂ എന്ന് വളരെ വ്യക്തമായി കളക്ടർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് മാത്രമല്ല, വരുന്ന 3 ദിവസം ഈ പ്രദേശത്ത് ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ, ശക്തമായി വീശിയടിക്കുന്ന കാറ്റ്, ഇതൊക്കെ തുടരുക തന്നെ ചെയ്യും. നമുക്ക് കേരളത്തിൽ അനുഭവപ്പെടുന്ന പോലുള്ള കാറ്റോ മഴയോ അല്ല ഇവിടെ. പൊടുന്നനെ വലിയ കാറ്റും മഴയും കൂടി വരുന്നു. അതിന് വലിയ ശക്തിയുള്ള കാറ്റും മഴയുമായിരിക്കും. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് തുടർന്നും അതിനുശേഷം ഈ കാലാവസ്ഥ പെട്ടെന്ന് മാറും. പക്ഷേ വീണ്ടും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അത്ര ശക്തമായ കാറ്റ് വീശും, മഴ പെയ്യും. അത് അത്രമേൽ വലിയ മഴയും കാറ്റുമാണ് പെയ്യുന്നത്. അതിൽ അനിശ്ചിതാവസ്ഥ ഒരു വശത്ത് കാര്യമായി തന്നെ ഉണ്ടെന്നാണ് സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വപ്നരാജ് നമ്മുടെ കൂടെ, അർജുൻ്റെ അയൽവാസി. സ്വപ്നരാജ്, ഇപ്പം ഇന്നത്തെ ദിവസം നമുക്ക് വലിയ ഒരു പ്രതീക്ഷാ നിർഭരമായ ദിവസമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയില്ല. പക്ഷെ നോക്കൂ, അതിന് നമുക്ക് തടസ്സമാകുന്നത് വലിയ ആഴം, വലിയ തോതിൽ മണ്ണ്, ഒപ്പം പ്രവചിക്കാൻ കഴിയാത്ത കാലാവസ്ഥ, ഡീപ്പ് ഡൈവേഴ്സിന് പോലും ഇറങ്ങാൻ കഴിയാത്ത സിറ്റുവേഷൻ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടെ ഒരു രക്ഷാദൗത്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം ടഫാണ്, അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഈ ദിവസം? തീർച്ചയായും. കാരണം ഈ ഒരു രക്ഷാദൗത്യത്തിൽ നമ്മുടെ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം, ശക്തമായ ഒഴുക്ക്, മുങ്ങൽ വിദഗ്ധർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രയും ആഴത്തിലും സങ്കീർണമായ ഒരു ഏരിയ, ഇതൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ കുടുംബത്തിനെ സംബന്ധിച്ചാണെങ്കിലും നമ്മളൊക്കെ ഈ അയൽവാസി എന്നൊക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇപ്പോൾ 2 ദിവസമായിട്ട് നടക്കുന്ന ഈ രക്ഷാപ്രവർത്തനം
വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ആശ്വാസം. കാരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടും റിസ്ക് എടുത്തിട്ടൊക്കെയാണ് മുങ്ങൽ വിദഗ്ധർ, സ്കൂബ ടീം, നേവി ഒക്കെ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു തെരച്ചിലിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾ 100% സംതൃപ്തരാണ്. പക്ഷേ നമ്മളെ മുന്നിലുള്ള ഒരു ചോദ്യം അർജുനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യത്തിൽ പൂർണ്ണമായും തൃപ്തനാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ മുന്നിൽ ഇപ്പോഴും അന്യമായി നിൽക്കുന്നത് അർജുൻ എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിൽ ഇവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും നേരെ വിപരീതമായിട്ടാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മുങ്ങൽ വിദഗ്ധർക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ. കാരണം കൃത്യമായിട്ട് ആ ലോറി ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്യാബിനിലേക്ക് എത്തിപ്പെടാനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. കാരണം അതിനിപ്പം പ്രതിവിധികളായിട്ട് ഇപ്പോൾ ഒന്നും നടക്കാത്ത സാഹചര്യം. കാരണം അത്രയും കാലാവസ്ഥയുടെ പ്രക്ഷുബ്ധമായ ഈ അവസ്ഥ അത്രയും ഭയാനകമാണെന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള രീതിയിലാണൊക്കെയാണ് അവിടെ അടിയൊഴുക്ക് മറ്റുള്ള വിഷയങ്ങളൊക്കെ ഈ രക്ഷാദൗത്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ളൊരു ആശങ്ക ഇപ്പോൾ വല്ലാതെ നിലനിൽക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയിലായിരുന്നു. കഴിഞ്ഞ ഇത്രയും സങ്കീർണമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഈ അവസാന ഘട്ടത്തിലേക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ആളുകളൊക്കെ ഇതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വളരെ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളൊക്കെ. ഞങ്ങൾ മാത്രമല്ല, ഈ കണ്ണാടിക്ക പ്രദേശത്തുള്ള ആളുകളോ എൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ഈ കേരളം മൊത്തം വല്ലാതെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒക്കെ വിപരീത ഫലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അർജുനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതിന് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കൂടി, എന്തൊക്കെ ചെയ്താലും അത്രയും ആഴം ചെന്ന അതിൻ്റെ അത് ചളിയിൽ പുതഞ്ഞു കിടക്കുന്ന അവിടെ കയറി ചെന്നിട്ട് ഈ മുങ്ങൽ വിദഗ്ധർക്കൊന്ന് ക്യാബിൻ്റെ അകത്തേക്ക് എത്തിപ്പെടാൻ പറ്റണ്ടേ? ആ പ്രതിസന്ധിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. സ്വപ്നരാജ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് രക്ഷാപ്രവർത്തനം വേഗത്തിലായില്ല, രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിൽ നടക്കുന്നില്ല എന്നുപോലുള്ള പരാതിയും ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഇത് വെള്ളത്തിലാണ് എന്ന് കണ്ടെത്തുകയും അന്വേഷണം ആ വഴിക്ക് പോകാൻ നമ്മളൊരു കൃത്യത വരികയൊക്കെ ചെയ്തത്. അതുവരെ മണ്ണിനടിയിലുണ്ട്, റോട്ടിലെ മണ്ണിലാണ് തിരയേണ്ടത് എന്ന് ആവശ്യപ്പെടുന്ന ആളുകളെ കണ്ടിരുന്നു. അവിടെ തിരയുന്നില്ല, വെള്ളത്തിലാണ് എന്ന് പറഞ്ഞ് അനാവശ്യമായി വഴിതെറ്റിക്കുന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുകയും അല്ലാത്ത സമ്മർദ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ പെശക് പറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? പെശക് പറ്റിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളായിട്ട് കാണുന്നൊരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഞാൻ. കാരണം എന്താ പറയുകയാണെങ്കിൽ മറ്റുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ ലോറി ഒഴുകിപ്പോകാൻ സാധ്യതയില്ല, മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോഴും അതായിരിക്കും സത്യം എന്നുള്ള കാര്യത്തിലേക്ക് അടിയുറച്ച് വിശ്വസിച്ച് പോകുന്നത് കൊണ്ടും ആ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ അതിൻ്റെ രീതിയിൽ നടക്കുന്നു. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ നേവീൻ്റെ ടീം പുഴയിൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റാർട്ടിങ് സമയത്ത്. അവർക്കും പുഴയിലല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരും എത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാകും. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് മണ്ണ് മാന്തി നോക്കുന്ന ഘട്ടങ്ങളിലാണെങ്കിൽ പോലും പുഴ നിർത്തിവെക്കേണ്ടതില്ല. പുഴയിൽ കൂടെ തെരച്ചിൽ നടത്തുന്നത് കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു നമ്മളെ മുന്നിലുള്ള ഏറ്റവും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അർജുനെ പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ പാളിച്ചകളോ അപാകതകളോ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിദഗ്ധരായുള്ള ആളുകളല്ല സ്റ്റാർട്ടിങ് സമയത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിട്ടിരുന്നത് എന്നുള്ള കാര്യം 100% കറക്റ്റാണ്. കാരണം പറഞ്ഞാൽ ഇത്രയും വലിയ ഭീകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരായ ആളുകളുടെ നിർദ്ദേശപ്രകാരമായിരുന്നില്ല സ്റ്റാർട്ടിങ് സമയത്ത് അവിടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. അതിൻ്റെ പോരായ്മകളിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു ചെല്ലുന്നില്ല. കാരണം അത് സംഭവിച്ചു, ആ സമയത്ത് അതെന്തായാലും സംഭവിച്ചു പോയി. പക്ഷെ അതേപോലെ തന്നെ വളരെ നമ്മളെ എന്തെങ്കിലും ഒരു ദുരിതം വളരെ മനുഷ്യജീവനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന വലിയ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് സാധാരണ കുറച്ചൊരു മണ്ണുമാന്തി യന്ത്രങ്ങൾ അതുപോലുള്ള സാധനങ്ങൾ അവിടെ തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇതിൻ്റെ വിദഗ്ധരായി ഇതിലൊക്കെ കൃത്യമായിട്ട് പഠനം നടത്തി എല്ലാ ദുരന്ത മേഖലകളിലും ഏതൊക്കെ രീതിയിലേക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിലേക്ക് ഇതിനെ മൂവ് ചെയ്തിട്ട് ഈ മനുഷ്യജീവനെ കണ്ടെത്താൻ പറ്റും എന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ ആ സമയത്ത് അവിടെ പോരായ്മ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 100% മണ്ണിനടിയിൽ തന്നെ ആയിരിക്കും അർജുൻ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് വെള്ളത്തിലാണെന്ന് പറയുമ്പോഴും ചില ആളുകൾ, നിങ്ങൾ പോലും കുടുംബാംഗങ്ങൾ പോലും പലപ്പോഴും അത് മണ്ണടിയിലുണ്ടെന്നുള്ള ഒരു വൈകാരികമായ ഒരു പോയിന്റ് ഉയർത്തുന്നത് കണ്ടിട്ടുണ്ട്.
അപ്പൊ അവിടെ വന്നിട്ടുള്ള പല രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ ഇത് മണ്ണിനടിയിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ നമുക്കൊരു ജാഗ്രത കുറവുണ്ടായെന്ന് തോന്നുന്നു ചോദിക്കാൻ. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ ജാഗ്രതക്കുറവിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഉള്ള പാളിച്ചയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ ഈ കൺഫ്യൂഷൻ നിലനിൽക്കുമ്പം ഇത് വളരെ കൃത്യമായിട്ട് ആധികാരികമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വളരെ വെള്ളത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും ഇല്ല, 90% വെള്ളത്തിലല്ല, കരയിൽ തന്നെ കാണാനുള്ള സാധ്യത ഉണ്ട് എന്ന് അവിടെ ചില എക്സ്പേർട്സ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പറയാണ്. ആദ്യം വെള്ളത്തിൽ തപ്പി വെള്ളത്തിലല്ല കരയിലുണ്ട് എന്ന് വാശി പിടിച്ച് വേറെ ഒരുപാട് പേരെ നമ്മൾ കണ്ടാണ്. ചോദിക്കുന്നത് ഒരു ഇതിനു വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ എക്സ്പേർട്സിനെ നമ്മൾ വേണ്ടത്ര റെസ്പെക്ട് ചെയ്തോ, ഗ്രൗണ്ട് അറിയാവുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കാതെ നമ്മളൊരു വൈകാരികത അവസ്ഥയിൽ പെട്ടുപോയോ എന്ന് മാത്രം ചോദിക്കാറ്. കറക്റ്റായിട്ടാണ് സാറ് പറഞ്ഞിട്ട്, ഗ്രൗണ്ട് അറിയാവുന്ന ആളുകളുടെ സേവനം കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിൽ പറ്റിയ വീഴ്ചയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. കാരണം ഈ വാഹനത്തിന്റെ സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് മുൻ ആർമി ഓഫീസർ ബ്രിഗേഡിയർ വേണു നായരുണ്ട്. വേണു നായർ, സത്യത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഈ ദൗത്യത്തിന്റെ ഒരു സവിശേഷതയും സങ്കീർണതയും എന്താണ്? എല്ലാവർക്കും ജയന്ത്. ഞാൻ ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ചത് ആർമിയെ പറ്റിയ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയോ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ 11ാമത്തെ ദിവസം തുടരുകയാണ്. ഇപ്പോഴും ഇന്ന് രാത്രി റഡാർ ഡ്രോൺ വർക്ക് ചെയ്യും എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് ആർമിയുടെ ഒരു കേപ്പബിലിറ്റി ഈ ഡിസാസ്റ്റർ റിലീഫ് അതുപോലുള്ള കാര്യങ്ങൾക്ക്? നമ്മുടെ ബോർഡറുകളിൽ ഡിപ്ലോയ് ചെയ്ത ഫോഴ്സസിനെ മാറ്റി നിർത്തിയാൽ പീസ് ഏരിയകളിലുള്ള കന്റോൺമെന്റിൽ നല്ലൊരു ശതമാനം ഫോർമേഷൻസ് ഉണ്ട്. നമ്മുടെ ഒഫൻസീവ് ഫോർമേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ ഓരോ യൂണിറ്റിലും സാധാരണ ആർട്ടിലറി, ഇൻഫൻട്രി, എഞ്ചിനീയേഴ്സ്, സിഗ്നൽസ് എന്നായി പറയുന്ന യൂണിറ്റുകളിൽ ഒരു കമ്പനി അല്ലെങ്കിൽ സ്ക്വാഡൻ ബേസിൽ ഓരോ ടീമാണ്, ടാസ്ക് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, അതിനെ തയ്യാറാക്കി വെച്ചിരിക്കും. ഇപ്പൊ ഞാൻ യൂണിറ്റ് കമാൻഡ് ചെയ്തപ്പോഴോ ബ്രിഗേഡ് കമാൻഡ് ചെയ്തപ്പോഴോ ഒക്കെ പോയിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടും റിഹേഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊരു 80 to 90% ഉണ്ടാവും. ഞങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഏബിൾ ബോഡി ഓഫ് ട്രൂപ്സ് ഉണ്ടാകും. ഡിസിപ്ലിൻഡ് ആളുകളാണ്. അവരെവിടെയാണ് ദുർഗമമായ സ്ഥലങ്ങളായി ആണെങ്കിലും അവരെത്തും. ഇപ്പോൾ ജെ.ആൻഡ്.കെ അല്ല ഹിമാചലിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിലൊക്കെ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ നമുക്ക് ഓർമ്മയില്ല. അവിടെ ഒട്ടും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഡിസപ്പിയർ ആകും. അപ്പൊ അവിടെ ആർമിയാണ് ആദ്യമായിട്ടും ചെല്ലുന്നതും പിന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കുള്ളത് ഈ ഒരു ടാസ്ക് ഫോഴ്സിന്റെ കൂടെ ഒരു എഞ്ചിനീയർ എലിമെന്റ്സും ഉണ്ടാകും. എഞ്ചിനീയർ എലിമെന്റ്സ് എന്നാൽ ഞങ്ങൾ സാധാരണ വിളിക്കപ്പെടുന്നത് ഒരു സിവിൽ അതോറിറ്റി എന്നുള്ള ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടാണ്. കളക്ടർ റിക്വസിഷൻ ആർമിക്ക് നൽകണം. പിന്നെ അതിന്റെ ഒരു അപ്രൂവൽ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഫ്ലഡ് റിലീഫിന് സാധാരണ ഉണ്ടാകുന്ന ഫ്ലഡ് റിലീഫാണ്. സെക്കൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എർത്ത് കേക്ക് അതുപോലുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ഈ സാധാരണ ഞങ്ങളുടെ ഒരു എഞ്ചിനീയർ ടാസ്ക് ഫോഴ്സ് ഉണ്ടാകുന്നല്ലോ, അതില് ബോട്ട്സ് ഉണ്ട്. ബോട്ട് ആക്ച്വലി എഞ്ചിനീയേഴ്സ് ഞങ്ങളുള്ള എഞ്ചിനീയേഴ്സ് കോമ്പാറ്റ് എഞ്ചിനീയേഴ്സ് എന്നാണ് പറയുന്നത്. അവര് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. യുദ്ധസ്ഥലങ്ങളിൽ അതിനുള്ള ട്രാക്ക് മേക്കിംഗുള്ള ഡോസർ ഉണ്ടാകും, മൈൻ ബ്രീച്ചിങ് അതുപോലെ ഉണ്ട്. പിന്നെ അസോൾട്ട് അക്രോസ് എ റിവർ ഇല്ലെങ്കിൽ ഒരു DCB ക്രോസ് ചെയ്യാനുള്ള ബൗട്ട് എന്നാണ് BAUT, ബോട്ട് അസാൾട്ട് യൂണിവേഴ്സൽ. ഒരു 10 പേർ ഇരിക്കാവുന്ന ഇതാണ്. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് ബോട്ടുകളും അതുപോലുള്ള കുറച്ച് ലൈഫ് ജാക്കറ്റുകളും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അതാണ് ഫ്ലഡ് റിലീഫിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിസാസ്റ്റർ റിലീഫിന് ഏബിൾഡ് ബോഡിയുടെ പേഴ്സണൽ ഉണ്ട്. അതുപോലെ ഡോസിങ് എന്നോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകും. പക്ഷെ ഇതുപോലെ ഇത്രയും ഈ നമ്മുടെ ഗംഗാവലിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു പഴയ രീതി എവിടെയെങ്കിലും ഉണ്ടായിട്ടതായിട്ട് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് ദിവസം എടുത്തു. എന്തായിരിക്കും ആക്ച്വലി ഇപ്പൊ നമ്മൾ ഹൈൻസൈറ്റിലാണ് 11 ദിവസം എത്തിയിരിക്കുന്ന എപ്പോഴാണ് നമ്മൾ പറയുന്നത്. അപ്പൊ
എല്ലാ എല്ലാ സ്റ്റെപ്പുകളിലും ഉണ്ടായിരിക്കുന്ന ഒരു ഗ്രാജുവേറ്റഡ് റെസ്പോൺസ് ആണ്. അപ്പോ ആദ്യം വരുന്നത് മണ്ണിടിഞ്ഞു, അതിന്റെ ഇടയിലുണ്ടാവും, അത് തിരയാൻ പോയി. അപ്പൊ അത് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തുള്ള ഡോസേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് കളക്ടറിന്റെ അഡ്മിനിസ്ട്രേഷന്റെ സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ചെയ്യാൻ പറ്റും. അത് പറ്റില്ല പറഞ്ഞപ്പോ 21st നോറ്റാണ് ആർമിയെ വിളിക്കുന്നത്. അപ്പൊ ആർമിയുടെ ടാസ്ക് ആർമിക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഈ മണ്ണിന്റെ അടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോ മണ്ണിന്റെ അടിയിൽ ഇല്ല എന്ന് ആർമി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നദിയിലേക്ക് പോയി കിട്ടിയ അതിനുള്ള ഇൻഡിക്കേഷൻസ് ഒന്നും നമുക്ക് നേരത്തെ കിട്ടിയിരുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അതിന് പോയി, അതിന് സോണാർ ഉപയോഗിച്ചു. അതിന് അവസാനം വരെ ഇപ്പൊ എത്തി നിൽക്കുന്നത് റഡാർ ഡ്രോൺ ആണ്. ഡ്രോണിന്റെ കേപ്പബിലിറ്റി ഞാൻ ആർമിയിൽ ഈ ഡ്രോൺ ഒന്നുമില്ല. അപ്പൊ ഇപ്പോഴും നമ്മൾ കാണുന്നത് യുക്രൈൻ അവിടെ ഇവിടെയൊക്കെ ഡ്രോൺ ഉപയോഗിക്കുന്ന അതിന്റെ നശീകരണ പൊട്ടൻഷ്യലാണ് കാണുന്നത്. ഇതുപോലെ റഡാർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പൊട്ടൻഷ്യൽ ഇപ്പൊ എല്ലാം ആർമിയുടെ കയ്യിൽ ഇപ്പൊ ഉണ്ടാവുമെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ കാര്യക്ഷമത എന്നൊന്നും നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അതിപ്പോ മനസ്സിലാക്കി വന്നു. ഇന്ന് ഇപ്പോൾ ജനറൽ ഇന്ദ്രപാൽ പറഞ്ഞത് ഒരു സ്പോട്ട് അവർക്ക് ദേ ആർ ഓൾമോസ്റ്റ് സർട്ടൻ ഇത് അവിടെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോ അവിടെ അർജുൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ നാളെയോ അത് ഇന്ന് രാത്രിയിൽ അത് തെർമോ ഇമേജിങ് നടക്കുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ആർമിക്കാണ്. പിന്നെ നേവിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആർമിയിലും ഈ ഡൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പാർട്ടിയാണുള്ളത്. നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോസ് ഉണ്ട്. അവർക്ക് ചില കാര്യങ്ങളിൽ ഡൈവിംഗ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് എലിമെന്ററി ഡൈവിംഗ് ട്രെയിനിങ് അത് നടത്തുന്നതും നേവിക്കാരാണ്. നമ്മുടെ ഡൈവിംഗ് സ്കൂള് പലർക്കും അറിയാൻ പാടില്ലായിരിക്കും. നമ്മുടെ നേവൽ ബേസ് കൊച്ചിയിലാണുള്ളത്. അപ്പൊ അവിടുന്ന് ഈ സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോസ് അവിടെ പോയി ഇതിനുള്ള ട്രെയിൻ ചെയ്യും. അപ്പൊ അത് എലിമെന്ററി ട്രെയിനിങ് ആണ്. ഇന്ന് ജനറൽ ഇന്ദ്രപാൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ എന്റെ ഒരു എലിമെന്ററി കോഴ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോ നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രോബ്ലം 2 നോട്ട് കൂടുതലുള്ള ഒരു ഒഴുക്കിൽ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടത് 6 to 8 knots ആണെന്ന് ജനറൽ ഇന്ദ്രപാൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ എല്ലാം കൊണ്ടും വെല്ലുവിളി നിറഞ്ഞ ഒരു സന്ദർഭമാണ്. എല്ലാ അർത്ഥത്തിലും വെല്ലുവിളി നിറഞ്ഞ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ആർമി ഇക്കാര്യത്തിലും പിഴവ് ചെയ്തു മനഃപൂർവ്വമായി എന്ന് പ്രചരിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അഡ്വക്കേറ്റ് വസന്ത് സിറിയൊക്കെ കോൺഗ്രസ് നേതാവ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. വസന്ത്, ഇതിനകത്ത് രക്ഷാദൗത്യം ശരിയായ വഴിയിലല്ല കുറേ കാലം കുറേ ദിവസം പോയത് എന്ന് ഇപ്പോൾ ചില ആളുകൾ അഭിപ്രായം പറയുന്നു. സ്വപ്നരാജ് അർജുൻ്റെ അയൽവാസിയാണ്. സ്വപ്നരാജ് പറയുന്നത് നമുക്ക് പറ്റിയ അപകടം എന്താണ്, ഈ അപകടത്തിൻ്റെ വ്യാപ്തി എന്താണ്, ഇവിടെ എന്തുപയോഗിച്ചാണ് തിരയേണ്ടത്, എന്ത് മെക്കാനിസം അതിന് ഉപയോഗിക്കണം, എന്ത് മെഷീനറി വേണം, എന്ത് സംവിധാനം വേണം എന്നതൊക്കെ അവർ അസസ് ചെയ്ത് മനസ്സിലാക്കി അങ്ങനെ പോകുന്നതിൽ പരാജയപ്പെട്ടു. കുറേ ദിവസം ഈ JCB ഇട്ട് നോക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ എന്തുകൊണ്ടുവന്നു, ഈ പറയുന്ന റഡാർ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് ഈ കലാമിറ്റിയുടെ ആഴമെന്ന് മനസ്സിലാക്കി അതിനൊപ്പിച്ചുള്ള ഒരു സംവിധാനം ഡിസൈൻ ചെയ്യുന്നതിൽ നമുക്ക് വേണ്ടത്ര വിജയിക്കാൻ പറ്റിയില്ല എന്ന് ഒരു വിമർശന സ്വരം പറയുകയാണ് അദ്ദേഹം. അല്ല ശ്രീ നിഷാദ്, നോക്കൂ, ഇന്ന് രാജ്യത്ത് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, നമുക്ക് വിശ്വാസത്തോടു കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സേന അത് ഇന്ത്യൻ ആർമി തന്നെയാണ്. ആ ആർമി അവിടെ ഡിപ്ലോയ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടും അതിന് നേരെ വിമർശനവുമായി നടന്നെടുത്തവരെ നമുക്കറിയാം. ആർമി പോരാ, ഞാൻ പറയുന്നത് പോലെ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാർ ഇറങ്ങി തിരിച്ചത് അങ്ങും നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചല്ലോ. അങ്ങനെ കുറെ സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാർ ഈ രക്ഷാദൗത്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ, രക്ഷാദൗത്യത്തെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. റേറ്റിംഗ് യുദ്ധം നടത്തിയ മീഡിയ വണ്ണെ ഞാൻ കുറ്റം പറയുന്നില്ല, റേറ്റിംഗ് യുദ്ധം നടത്തിയ ചില മാധ്യമങ്ങളുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി എന്തും വിളിച്ചു പറയാമെന്നുള്ളായിരുന്നു. നോക്കൂ, ഈ രക്ഷാദൗത്യത്തിന്റെ 2ാം ദിവസം അവിടെ നിന്ന് കാണാതായ 7ഓളം പേരെ കണ്ടെത്തിയിരുന്നു. സ്ഥലം MLA, കോൺഗ്രസ് MLA കൂടിയായിട്ടുള്ള ശ്രീ സെയിൽ അവിടെ ഇന്ന് വരെ ക്യാമ്പ് ചെയ്യുകയാണ്. 2ാമത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രി അവിടെ നേരിട്ടെത്തുകയും റവന്യൂ മന്ത്രിക്ക് ചുമതല നൽകിക്കൊണ്ട് രക്ഷാദൗത്യം കോർഡിനേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അത് അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷന്, നേരത്തെ ബ്രിഗേഡിയർ പറഞ്ഞതുപോലെ, അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ, ആദ്യ ദിവസങ്ങളിൽ നേവി ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത്. പക്ഷേ നേവിയും സിവിൽ അഡ്മിനിസ്ട്രേഷനും മാത്രം പോരാ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ സൈന്യത്തെ വിളിക്കുന്നു. സൈന്യം ഡിപ്ലോയ് ചെയ്യപ്പെടുമ്പോൾ അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ, സിവിൽ പ്രോട്ടോകോൾ അത് മാറപ്പെടും. ആ ബോധ്യമില്ലാത്തവരാണോ ഈ ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൂമ്പ വേണം,
മമ്പട്ടി വേണം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നത്, വിമർശനവുമായി ഇറങ്ങി പുറപ്പെടുന്നത്. സൈന്യം ഡിപ്ലോയ് ചെയ്യപ്പെട്ടാൽ പ്രോട്ടോകോൾ, സ്ഥലം പ്രോട്ടോകോൾ തന്നെ മാറുകയാണ്. സൈന്യത്തിനാണ് പൂർണ്ണാധികാരം. സൈന്യമാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അവർ ഒരു തീരുമാനമെടുക്കുന്നു, അവർ പറയുന്നു അവരുടേതായിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ അവർക്കുണ്ട്. ആ പ്ലാൻ ഓഫ് ആക്ഷനെ സ്ഥലത്ത് നിന്ന് വിമർശിക്കുകയാണ്. പറ്റില്ല, സൈന്യം പറയുന്നതല്ല പരിപാടി, ഞങ്ങൾ പറയുന്ന രീതിയിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കടന്നൽ കൂട്ടം അവിടെ ഇല്ലായിരുന്നു. രഞ്ജിത്ത് ഇസ്രായേൽ, ഞാൻ പേര് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവർ തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ആദ്യം അവിടുത്തെ രക്ഷാപ്രവർത്തനം DRF അവരും MLA സെയിലും അടക്കമുള്ളവർ പറഞ്ഞത്, തുടക്കം തന്നെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് ഗംഗാവാലി പുഴയുടെ മടിത്തട്ടിലാണ്, അടിയിലാണ്. കാരണം അതുമാത്രം ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത രീതിയിൽ, നമുക്കൊരു എക്സാമ്പിൾ പോലും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു അപകടം അവിടെ നടന്നിരിക്കുന്നു. അവിടെ എങ്ങനെ പെരുമാറണമെന്ന മുന്നനുഭവങ്ങൾ നമുക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരം ഈ മണ്ണ് മുഴുവൻ അടിഞ്ഞിരിക്കുക. മണ്ണിനോടൊപ്പം അവിടെ നിന്നിരുന്ന മനുഷ്യരും ജീവജാലങ്ങളും അവിടെ ഉണ്ടായിരുന്ന മെഷീൻസും എത്തപ്പെടാൻ സാധ്യത ഗംഗാവാലി പുഴയിലെ മടിയിലേക്കാണ്. അവിടെയാണ് അന്വേഷണം നടത്തേണ്ടത് എന്ന് സെയിൽ അടക്കം, അവിടുത്തെ ജില്ലാ കളക്ടർ അടക്കം, അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അടക്കം തുടക്കം തൊട്ട് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല, അതല്ല ശരിയായ നടപടി. ഈ കാണുന്ന മണ്ണിനടിയിൽ കുഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ ഈ രഞ്ജിത്ത് ഇസ്രായേൽ ചാനൽ റേറ്റിംഗ് യുദ്ധവുമായിട്ട് പുറപ്പെട്ട ചില പടയാളികൾ, അതിന്റെ കൂടെയുള്ളവർ, ഇവരെല്ലാം കൂടി ചെന്ന് എന്ത് സർട്ടിഫിക്കേഷനാണ് ഇവർക്കുള്ളത്? ഇന്ത്യൻ സൈന്യത്തെ വരെ വിമർശിക്കുക. ഇന്ത്യൻ സൈന്യം വിമർശനാതീതമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രാജ്യത്ത് ഇന്ന് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരേ ഒരു സേന അതല്ലേ? അതിന് മുകളിൽ ആരെയാ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുക? അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ സൈന്യത്തിന് പിന്തുണ കൊടുക്കുന്നതിൽ അവർക്ക് ആ പിന്തുണയുടെ ആവശ്യമുണ്ട്. മാനസിക പിന്തുണ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ് ഇന്ത്യൻ സൈന്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഒരു പരിധി വരെ നമ്മളൊക്കെ പലയിടത്തും പതറിപ്പോയി. നമ്മളൊക്കെ അവരുടെ പ്ലാൻ ഓഫ് ആക്ഷനെ കുറ്റപ്പെടുത്തുന്നതിൽ, വിമർശിക്കുന്നതിൽ, ചില സോഷ്യൽ മീഡിയ റീച്ച് കൂട്ടുന്നതിൽ, ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതിൽ അതിന്റെ പുറകെ ഓടുകയാണ് ചെയ്തത്. ഇനി അങ്ങയുടെ ചോദ്യം, അത് സ്വാഭാവികമായി അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷന്, അതായത് അവിടുത്തെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിമർശനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ 6ഓളം പേരെ കണ്ടെത്തി. നേവി അടക്കമുള്ള സ്കൂബ ഡൈവിംഗ് ടീം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു അപകടമാണ് അവിടെ ഉണ്ടായത്. മുൻ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ല, കർണാടക ഗവൺമെന്റിന്റെ മുമ്പിലില്ല. ഞാനും നിഷാദും ഈ ചർച്ചയിലുള്ളവരുമെല്ലാം അർജുന് വേണ്ടി മാത്രമാണ് തിരിയുന്നതെങ്കിൽ നമ്മൾ മലയാളികളാണ്. സ്വാഭാവികമായി നമുക്ക് ആ വികാരം ഉണ്ടാവും, ആ സെന്റിമെന്റ്സ് ഉണ്ടാവും. പക്ഷെ അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ സെയിലിന്റെ നേതൃത്വത്തിലുള്ള, അവിടുത്തെ റവന്യൂ മന്ത്രി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ രക്ഷാദൗത്യം തിരയുന്നത് അവിടെ നഷ്ടപ്പെട്ടു പോയ കന്നഡികർ വേണ്ടി കൂടിയാണ്, തമിഴന്മാർക്ക് വേണ്ടി കൂടിയാണ്. അവിടെ നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു രക്ഷാദൗത്യമാണിത്. എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷാദൗത്യമാണ്. അതിൽ നഷ്ടപ്പെട്ടു പോയ കന്നഡികർ വരെ അതിലുള്ളപ്പോൾ അവിടുത്തെ ഭരണകൂടം അതിൽ വീഴ്ച വരുത്തുമെന്ന് വിമർശിക്കുന്നത്, പറയുന്നത് കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. അത് മോശമാണ്. പറയാതിരിക്കാൻ പറ്റുമോ? നമുക്ക് വിമർശിക്കാം, നമുക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അതിനൊരു അടിസ്ഥാനം വേണം, ശാസ്ത്രീയത. ഇത്തരം വിഷയങ്ങളിൽ ശാസ്ത്രീയത വേണം. അതില്ലാതെ ഒരു ദിവസം ഇറങ്ങി പുറപ്പെട്ട് എനിക്ക് യുദ്ധക്കപ്പൽ വേണം, പടക്കപ്പൽ വേണം, ഇത് അന്വേഷിക്കാൻ വേണ്ടി സൈന്യം എനിക്കത് തരുന്നില്ല, എന്നെ ബ്രിഗേഡിയർ ജനറൽ ആക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാം. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ചർച്ചയിൽ മറ്റൊരാളോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ചാനൽ ക്യാമറകളുടെ മുഴുവൻ മുമ്പിൽ വന്ന ഈ വിദഗ്ധന്മാരുണ്ടല്ലോ, ഈ പ്രവാചക വിദഗ്ധന്മാർ, രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള പ്രവാചക വിദഗ്ധന്മാർ, ഈ വിദഗ്ധന്മാരൊക്കെ 24/7 ഏതെങ്കിലും ചാനലിലുണ്ട്. ഓക്കെ, അപ്പോൾ താങ്കൾക്ക് ആ കാര്യത്തിൽ കൂടി ഒരു വിമർശനമുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ഒന്ന് സ്വപ്നരാജിനോട് ചോദിക്കട്ടെ. സ്വപ്നരാജ്, ഇനിയിപ്പോ ഈ കുടുംബം നിരന്തരമായി മാധ്യമങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പട്ടാളത്തെ കുറ്റം പറയൂ എന്ന് പറയുന്ന വീഡിയോ ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നു. അവർക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നു. അതിനകത്ത് എന്താണ് നടന്നതെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ? അല്ല, അത് പരിശോധിക്കപ്പെടണം. എന്താ സ്വപ്നരാജിനോട് ചോദിക്കട്ടെ. സ്വപ്നരാജ് പ്ലീസ്. വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം ഞാനത് പറയാനെന്നും വിചാരിച്ചതാണ്, അടുത്ത ഇതിൽ പറയാമെന്ന് വിചാരിച്ചാണ്. ഈ സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന ആ പ്രവണത, ഇതൊരു തരം ഈ ചോര കുടിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ. അത് തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളോ ബജറ്റിനെ പറ്റിയുള്ള ചർച്ചയല്ല നടക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരിന് അറുതി വരുത്തുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെയും അതിന് ഭാഗമായിട്ടുള്ള മറ്റുള്ളവരുടെ, നാട്ടുകാരുടെയും മറ്റുള്ള സുഹൃത്തുക്കളുടെ ഒക്കെ അഭിപ്രായങ്ങൾ
സ്വരൂപിക്കുന്ന ഒരു ഘട്ടമാണ്. അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് വേണ്ടത്. അതിലൊക്കെ മാധ്യമങ്ങൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങൾ നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലേക്കുള്ള കടന്നാക്രമണം വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുടുംബത്തെ ആക്രമിക്കാൻ വരികയാണ്. ഒരു കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ആക്രമിക്കപ്പെടുന്നത്? മകൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, മകൻ തിരിച്ചു വരുമോ എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുക. അതിനുവേണ്ടി ഒരു സൈബർ വിങ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കല്ല. ഈ ദിവസം ഞാൻ വേണമെങ്കിൽ ഇതപ്പോൾ ഇവിടുത്തെ ചാനലിൻ്റെ അവതാരയ്ക്ക് അതിൻ്റെ വാട്സപ്പ് അയച്ചു കൊടുക്കാം. കാരണം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ, നമ്മളെ മരണപ്പെട്ട നമ്മുടെ അർജുൻ്റെ അമ്മ വാട്സപ്പിലെ ലൈവിൽ വരുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന അമ്മയുടെ അനിയത്തിയാണ്, അവരുടെ കുടുംബക്കാരിയാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള സ്ത്രീയാണ്. സാമാന്യമായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലുള്ള ഓർമ്മശക്തികളൊക്കെ കുറവുള്ള. അപ്പോൾ ഒരു കാര്യം മറ്റുള്ള അവരെ അനിയത്തി ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓർമ്മപ്പെടുത്തിയെന്ന് പറയുന്നത് മിലിറ്ററിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, ഈ മിലിറ്ററിയുടെ പ്രവർത്തനത്തിൽ പോരായ്മയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനിവിടെ എന്തൊക്കെയാണ് ഇവിടെ വാട്സപ്പിൽ സോഷ്യൽ മീഡിയ കൂടെ പ്രചരണം നടത്തുന്നത്? കാരണം പറഞ്ഞിട്ടാണെങ്കിൽ ഒരു മാപ്ര വന്ന് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരർത്ഥമാണ് സുഹൃത്ത് ഇതിനകത്തുള്ളത്? കാരണം എന്ന് പറഞ്ഞാൽ ഇതെന്താണിത്? നമ്മളൊരു എല്ലാവർക്കും, അമ്മയും മക്കളും കുട്ടികളൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവർക്കും വികാരങ്ങളില്ലേ? അങ്ങേയറ്റം ഒരാഴ്ച, ഇന്നേക്ക് 10 ദിവസമായിട്ട് ഈ അർജുനെ പറ്റി ഒരു വിവരം കിട്ടുന്നില്ല. ഈ മാധ്യമങ്ങൾ, ഈ ഇവരുടെ രക്ഷിതാക്കൾ, അമ്മയും അനിയത്തിയും ഭാര്യയൊക്കെ മാധ്യമങ്ങളെ കാണുന്നത് വളരെയേറെ ഹൃദയവേദന നെഞ്ചിലടുക്കി പിടിച്ചുകൊണ്ടാണ്. ആ സമയത്താണ് അതിനെപ്പറ്റിയുള്ള ഒരു നെഗറ്റീവ് ട്രോളുകൾ അടിച്ചിറക്കി ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? അതിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കാര്യം. ഒരു ഉളുപ്പും ഇല്ല. സത്യം പറയാൻ ഒരു മാധ്യമ ചാനൽ വന്നിരുന്ന് പറയാൻ പാടില്ല. ഒരു ഉളുപ്പും ഇല്ലാതല്ലേ പറയുന്നത്. ഈ പറഞ്ഞ ആൾ ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെ ഈ അമ്മയോട് സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത്, അതിന് വേറെ എക്സ്ട്രാ ഡയലോഗ് കുത്തി തിരികെ കയറ്റിങ് ആയിട്ടൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് തിരിച്ചറിയേണ്ടതാണ്. ഇതൊക്കെ കാണുന്ന ആളുകൾ തിരിച്ചറിയേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങേറ്റം അപലപിക്കേണ്ട ഒരു വിഷയം തന്നെ. ഇത് ഈ വിഷയം മാത്രമല്ല, ഈ ഇപ്പം നേരത്തെ പറഞ്ഞ മറ്റേ രഞ്ജിത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വിഷയം. രഞ്ജിത്ത് ഇസ്രായേലൊക്കെ പൈസ വാങ്ങിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. തൻ്റെ ഒരു ബന്ധമില്ലാത്ത കർണാടക പ്രദേശത്തുള്ള അർജുൻ എന്ന് പറയുന്ന ആളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആൾ. ഇയാൾ രക്ഷാ ദൗത്യം ഏറ്റെടുത്ത് അവിടെ ചെല്ലുന്നത് തന്നെ ആ ഒരു കുടുംബത്തോടും ആ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങളിന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ DP-ക്ക് ഫോട്ടോയ്ക്ക് താഴെ വേറെ ഒരു പൊതു രാഷ്ട്രീയ പാർട്ടിയുടെ ചിത്രം വെച്ചങ്ങായിട്ട് പരസ്യമായിട്ട് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ? ഒരല്പം മനസാക്ഷിയോടുകൂടെ ചിന്തിച്ച് നോക്കേണ്ട കാര്യങ്ങളല്ലേ ഇത്? പിന്നെ ഒന്ന് പറയാനുള്ള പോലീസ് എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫസ്റ്റ് വീഴ്ച വന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ എന്തൊരു വിഷയങ്ങൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് എന്ന നിലയ്ക്ക് അവരുടെ ദൃക്സാക്ഷികളുണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും കണ്ടവരുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ? ഇന്നിപ്പം ലൈവായിട്ട് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 8:45 ഈ അപകടം നടക്കുമ്പോഴും ഒരു 9 മണി 10 മണിക്ക് ശേഷം തടിക്കഷ്ണം പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടതായിട്ട് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ട് ഇന്നിപ്പോൾ ഒരു ചാനൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ദൃക്സാക്ഷികളെ കണ്ട ദൃക്സാക്ഷികളുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി അറിയാൻ വേണ്ടി ദൃക്സാക്ഷികൾ കൂടിയുണ്ട്. അത് പങ്കുവയ്ക്കാണ് താങ്കൾ. ചർച്ചയിലേക്ക് വീണ്ടും സച്ചിൻ ദേവ് MLA നമ്മോടൊപ്പം സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് തത്സമയം. സച്ചിൻ ദേവ്, നമ്മൾ ഈ 10 ദിവസം പിന്നിടുമ്പോൾ നമുക്ക് ഇപ്പോഴും ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രമേൽ ആഴമുള്ള അതിവേഗത്തിൽ രക്ഷാദൗത്യം നടപ്പിലാക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ ഒരു അപകടമാണ്. തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സംവിധാനത്തെ പിഴവ് പറയുന്നതുകൊണ്ട് സത്യത്തിൽ വല്ല കാര്യമുണ്ടോ? ഈ സന്ദർഭത്തിൽ അത്തരമൊരു വാദമുഖം ഉയർത്തുന്നതോ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതോ ഉചിതമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പ്രധാനമായും നമ്മുടെ മുന്നിലൊരു ലക്ഷ്യമുണ്ട്. അർജുൻ ഉൾപ്പെടെയുള്ള ഷിരൂരിലെ അപകടത്തിൽ കാണാതായിട്ടുള്ളവരെ കണ്ടെത്തുക എന്നുള്ള രക്ഷാദൗത്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന് സാധ്യമായ മാർഗങ്ങൾ തേടുക, പരമാവധി എന്താണ് പുതിയ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷാദൗത്യം വളരെ വേഗത്തിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നടപടികളാണ് നമുക്ക് എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ മാധ്യമ ചാനലുകളുടെ വാർത്തകളിലൂടെയും അതുവഴി ഉള്ള ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ കാര്യങ്ങൾ കുറേയൊക്കെ വ്യക്തമായിട്ടുണ്ടാവും.
നല്ല നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഏകോപിപ്പിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ഓരോ നടപടിക്രമങ്ങളും മുന്നോട്ട് നീക്കി രക്ഷാപ്രവർത്തനം നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഇവിടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിലധികമായി ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ലിൻഡോ ജോസഫ് MLA യും ഞാനും മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുള്ള MP ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത്, സംഭവം നടന്ന സ്ഥലത്ത് ആ സ്പോട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും പ്രത്യേകം മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. ഔദ്യോഗികമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഔദ്യോഗിക നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ നമുക്ക് ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തെ സമീപിക്കേണ്ടത്. ആ നിലയിലാണ് ഞാൻ ഇതിനെ നോക്കി. ഓക്കെ, അപ്പോൾ അവിടെ തുടരുന്ന ഒരാൾ നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ സച്ചിൻ ദേവ്, നമ്മളിപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും വളരെ വേഗത്തിലെന്ന് തോന്നുന്നുണ്ടോ, അതോ ഇപ്പോഴും ഒരു അനിശ്ചിതമായ അന്തരീക്ഷത്തിലാണോ ഈ രക്ഷാപ്രവർത്തകരുള്ളത് അല്ലെങ്കിൽ ദൗത്യ സംഘം ഉള്ളത്? നമ്മുടെ മുന്നിൽ പ്രതീക്ഷയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരു പ്രതീക്ഷയുടെ ഭാഗമായാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷിരൂരിലെ ഈ പറയുന്ന അങ്കോള ഉൾപ്പെടുന്ന പ്രദേശം അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, പ്രതികൂലമായ കാലാവസ്ഥ ഇവിടെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് തെരച്ചിൽ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചില പരിമിതികൾ കാലാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അതിശക്തമായ മഴ, അതോടൊപ്പം തന്നെ വേഗതയിലുള്ള കാറ്റ്, ആ മഴയ്ക്കനുസൃതമായി തന്നെ ഗംഗാവലി പുഴയിൽ വലിയ രീതിയിലുള്ള ഒഴുക്കിൻ്റെ വലിയ ശക്തമായ ഒഴുക്ക്. അത്തരമൊരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തന നടപടികൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായും ഒരു വളരെ ശ്രമകരമായ കാര്യം തന്നെയാണ്. ആ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗത്തിൽ നമുക്ക് എങ്ങനെ എത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നമ്മളെല്ലാം കൂട്ടായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചേർന്നിരിക്കുന്ന ഇവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, ജില്ലാ ഭരണകൂടം, അങ്ങനെയുള്ള എല്ലാം കൂട്ടായി ശ്രമിക്കുന്നത് എത്രയും വേഗത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഈ ബ്രിഗേഡിയർ വേണു നായർ, ഇപ്പോൾ ഈ രക്ഷാദൗത്യം താങ്കൾ പറഞ്ഞതുപോലെ സാധാരണ നിലയ്ക്ക് പരിചയമുള്ള ഒന്നല്ല, പുതിയ ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ കൂടുതൽ സമയമെടുത്തേക്കാം, കൂടുതൽ സങ്കീർണമായ പ്രോസസ്സിലേക്ക് പോയേക്കാം. പക്ഷെ ഇതിപ്പോൾ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുകയാണ് ഒരു ലോറി. അതെവിടെയാണെന്ന് പ്രോപ്പറായി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ കഴിയുന്നില്ല. അപ്പോൾ ലോറി പുറത്തെടുക്കുക, ലോറിക്കകത്ത് പരിശോധന നടത്തുക. ഇനിയിപ്പോൾ ലോറിക്കകത്ത് ഈ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് ആ പരിസരമാകെ തെരയുക. അപ്പോൾ ഇത് നമുക്ക് ഒരാൾക്ക് വേണ്ടി, ഒറ്റ മനുഷ്യന് വേണ്ടിയുള്ള തെരച്ചിലാണ് എന്നതുകൂടി ഓർക്കണം. അത് എന്തുമാത്രം നമുക്ക് വേഗത്തിൽ ഫലം കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ ആ ഏരിയ കാണുമ്പോൾ മനസ്സിലാവും, ഏക്കർ കണക്കിന് സ്ഥലത്ത് മണ്ണ് കിടക്കാണ്, ടൺ കണക്കിന് മണ്ണാണ്. അപ്പോൾ ഇത് അടുത്ത മണിക്കൂറിൽ തീർക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് എന്തുമാത്രം സിമ്പിളായിരിക്കും. നിഷാദ്, അതിനു മുമ്പ് വേറെ എന്റെ ചുമതലയും കൂടെ ഉണ്ട്. ആർമി ഒരു ബാഡ് ലൈറ്റ് കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ആദ്യത്തെ ഒരു ഭാഗം ഞാൻ വിശദീകരിച്ചു. രണ്ടാമത് ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടത് ഇതാണ്, ആർമിക്ക് എന്താണ് ഈ ഒരാളെ കണ്ടുപിടിക്കാൻ എത്ര വിഷമമാണെങ്കിൽ ചൈനയോ പാകിസ്ഥാനോ ആക്രമിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോ നമ്മള് കേരളീയരെന്ന് പറഞ്ഞാല് നമ്മുടെ സംഘർഷ മേഖലകളിൽ നിന്നും 4000 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അപ്പോൾ നേരിട്ടുള്ള പരിചയം നമുക്കില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. എന്നാലും എനിക്കൊരു സ്റ്റേജ് കിട്ടിയതുകൊണ്ട് പറയുകയാണ്. ഇപ്പോ ഒരു രാജ്യം, ഒരു പാക് ആർമി നമ്മളെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒഫൻസീവ് ഫോർമേഷൻസ്, നമ്മുടെ ഒഫൻസീവ് ഫോർമേഷൻസ് ഉള്ളത് ഹൈദരാബാദ്, ഡൽഹിക്കടുത്തുള്ള അവിടെ അംബാല, അതുപോലെ ആണ് പാകിസ്ഥാന്റെയും. അവിടെ നിന്ന് നമ്മുടെ ബോർഡറിൽ എത്താൻ വേണമെങ്കിൽ ബൈ ട്രെയിൻ, ബൈ ബസ്സസ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് ഉണ്ട്, നമ്മുടെ റഡാർസ് ഉണ്ട്, അല്ലെ ഹ്യൂമൻ ഇന്റലിജൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള റഡാർസും നമ്മുടെ വേറെ വിഭവങ്ങളും. പിന്നെ ഒരു 5 കിലോമീറ്റർ അടുത്ത് വരുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. പിന്നെ അതാണ് അവർ ശരിക്കും എവിടെയാണ് വരുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ നമ്മുടെ ഫോഴ്സും ചെല്ലും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇതിനെല്ലാം ഒരു ബാറ്റിൽ പ്രൊസീജിയർ ഉണ്ട്. അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാനുഷികമായ കാര്യങ്ങളെ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു. നമ്മുടെ അർജുനടക്കം 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരാളുടെ ഇന്ന് വൈകുന്നേരമാണെന്ന് തോന്നുന്നു അമ്മയുടെ ശരീരഭാഗം ജീൻ ഡിറ്റക്ഷൻ നടത്തിയിട്ട് ആ ഒരു ആളെ ശരവണ്ണാണെന്നുള്ള ഇതിൽ എത്തിയിട്ടുണ്ടല്ലോ.
അപ്പോ നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ നമ്മുടെ എല്ലാ ചാനലുകളും ഒരു മീഡിയ ഓവർ ഡ്രൈവ് ആണെങ്കിലും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ആളാണ് രക്ഷപ്പെടുത്താൻ എങ്ങനെയാണ് നടക്കുന്നത് എല്ലാവരും കുറെ സമയമെങ്കിലും നമ്മുടെ ഈ 24/7 നമ്മളിപ്പോ നടക്കുന്ന ഇത് മീഡിയ ഇത് കാണുന്നുണ്ട് എല്ലാവരും. അത് ഉണ്ടാകും. പക്ഷെ ഈ പറഞ്ഞ പോലെ രാഹുൽ പറഞ്ഞ പോലെ ഇത് ഒരു വളരെ വിഷമം പിടിച്ച ഒരു സാമാന്യതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനമാണ്. അതിന്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്രാജുവേറ്റഡ് റെസ്പോൺസ് ആണ് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ 11ാമത്തെ ദിവസം ഇരുന്നിട്ടാണ് വി ആർ ഇൻ ഹൈൻസൈറ്റ് ആണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ. അതിപ്പോ ആ സമയത്ത് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധ്യത. അപ്പൊ ഇനി മുമ്പോട്ട് എങ്ങനെ പോകാം എന്നുള്ളതിനെ പറ്റി ഞാൻ പറയാം. അപ്പോ ഇത് സമയമെടുക്കും. ഇപ്പോ ആദ്യമായിട്ട് ലോറി കണ്ടുപിടിക്കണം, അത് എങ്ങനെയാണ്, പിന്നെ ഒരു അവിടുത്തെ ഒഴുക്ക് കുറയണം, സ്കൂബ ഡൈവേഴ്സിന് ഒരു 3 നോട്ട്സിന് മുകളിൽ പോകാൻ പറ്റില്ല, പിന്നെ അവരുടെ ജീവൻ അപകടത്തിലാകും. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ സിവിൽ അഡ്മിനിസ്ട്രേഷനും എല്ലാവർക്കും എടുക്കും. അതാണല്ലോ നമ്മൾ കളക്ടറൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. അത് ഗവൺമെന്റ് എടുക്കും ആ ഒരു ഡിസിഷൻ എന്താണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ വേണ്ട ആൾക്കാർ ഇതാണ്. അതിനുള്ള ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് എപ്പോഴാണ് സാറ്റിസ്ഫൈ ആവുന്നത് അപ്പോഴേ ഡൈവേഴ്സിനൊക്കെ അയക്കാൻ പറ്റുള്ളൂ. അവിടെ ഇന്ന് രാത്രിയില് ഒരു തെർമൽ ഇമേജിംഗ് ഒക്കെ നടത്തി ജീവനുള്ള മനുഷ്യൻ അത് അതിന്റെ അകത്തുണ്ടോ എന്നൊക്കെ മിക്കവാറും മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ പറ്റത്തെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് രക്ഷാപ്രവർത്തനം ഏതായാലും ടൈം എടുക്കും. ടൈം എടുക്കും, അത് സങ്കീർണവുമാണ്. അല്ല, സച്ചിൻ ദേവ് നേരത്തെ സംസാരിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി കൂടിയായ ശ്രീ വസന്ത് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ രക്ഷാദൗത്യം വൈകിപ്പിക്കുന്നതിലും ദിശ തെറ്റിക്കുന്നതിലും ഒരു കൂട്ടം സ്വയം പ്രഖ്യാപിത രക്ഷാപ്രവർത്തകരും കേരളത്തിൽ നിന്നുള്ള ഒരുപറ്റം മാധ്യമങ്ങളും കാണിച്ച അനാവശ്യമായ തിടുക്കവും അനാവശ്യമായ വൈകാരികതയും അനാവശ്യമായ എക്സ്പെർട്ടൈസുകളെയും ഒക്കെ ഒരു കുഴപ്പമായിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിക്കണം എന്നാണ്. ആ പോയിന്റ് നിങ്ങൾക്കുണ്ടോ? ഇവിടെ നമ്മൾ അത്തരത്തിലുള്ളൊരു ആക്ഷേപം ഉന്നയിക്കേണ്ട ഘട്ടമല്ല ഇത്. നമ്മൾ കാണേണ്ടത്, ഇവിടെ നമ്മുടെ മുന്നിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ലക്ഷ്യമുണ്ട്. അർജുൻ ഉൾപ്പെടെയുള്ള അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മറ്റൊരു സംസ്ഥാനത്താകുമ്പോൾ സ്വാഭാവികമായും ആ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിക്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയൂ. ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഔദ്യോഗികമായ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമാനുസൃതമുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ആ പ്രശ്നത്തെ നമുക്ക് സമീപിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇതിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ച് ഇത്തരമൊരു ദുരന്തമുഖത്ത് നമ്മൾ ഒരു നിലയിലും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെയധികം സങ്കീർണമായ സാഹചര്യം തുടർച്ചയായി നിലനിൽക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നമ്മൾ ഈ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തെയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ മറ്റൊരു ആക്ഷേപം ഉന്നയിക്കുന്നതിനോട് എനിക്ക് ഈ അവസരത്തിൽ ആ കാര്യത്തോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങൾ സാധാരണഗതിയിൽ അവരുടെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് നിരവധി രക്ഷാപ്രവർത്തകർ ഈ ദൗത്യം, നേരത്തെ ഇത്തരത്തിലുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായവർ അവരെല്ലാം കൂടി നമ്മൾ തള്ളി പറയേണ്ടതാണ്. അല്ല വസന്ത്, ഞാൻ രക്ഷാദൗത്യം നമ്മൾക്കിപ്പോൾ ഒരാളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള എല്ലാവരുടെയും കൂടി ഇവിടെ ഒരു പരിശ്രമം നടക്കുന്ന സമയമാണ്. അതിന് പുറത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം താങ്കൾ രക്ഷാദൗത്യത്തിന് സ്വയം പ്രഖ്യാപിതരായി വന്ന എക്സ്പെർട്ടൈസ് അവകാശപ്പെട്ട് വന്ന ആളുകൾ കുഴപ്പമുണ്ടാക്കി എന്ന് പറയുന്നു. മാധ്യമങ്ങളിൽ ഒരു പറ്റം അനാവശ്യമായിട്ടുള്ള ഒരു റേറ്റിംഗ് ഡ്രാമ കാണിച്ചു എന്നൊക്കെ താങ്കൾ നേരെ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ ഇത് തുടക്കത്തിൽ ഈ ഒരു ആവേശം ഉണ്ടായില്ല കർണാടക സർക്കാരിന്. ആ ആവേശം ഉണ്ടാക്കുന്നതിന് പിന്നിൽ 3-ാം ദിവസം ഇവിടെ നിന്ന് പോയിട്ടുള്ള ഈ രഞ്ജിത്ത് ഇസ്രായേൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു ഡേ ത്രൂ കവറേജ്, ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു സമ്മർദ്ദ ഫലമായിട്ടാണ് ഇപ്പോൾ ബൂം എക്സ്കവേറ്ററും റഡാറും ഒക്കെ വന്നത് എന്ന ഒരു വേർഷൻ കൂടി അതിനകത്തുണ്ട്. അല്ലല്ലോ നിഷാദ്, കാര്യം നോക്കൂ, ഞാൻ അത് തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ബൈറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു വെച്ചു. ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ 6ഓളം പേരെ കണ്ടെത്തിയ ഒരു രക്ഷാ DRF അവിടെ ഉണ്ടെന്നേ. ഇപ്പൊ സച്ചിൻ ദേവൊക്കെ എത്ര മെച്യൂർ ആയിട്ടാണ് ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ആ കുടുംബം പോലും പറയാത്ത രീതിയിൽ ഒരു കുക്കിടപ്പ് വൈകാരികതയുമായി പാഞ്ഞെടുത്ത ചിലരുണ്ട്. അത് പറഞ്ഞേ മതിയാവും. പറഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടുള്ളത് അതാണ് നേരത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ നിഷാദ് അവിടെ നിന്ന് മാറി. അതായത് നോക്കൂ, 27x4 24x7
ഇവർ മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട്. ഈ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവർ ഇവിടെ നിന്ന് പോയവർ, അവർ ഈ മാധ്യമത്തിൽ ബൈറ്റ് കൊടുക്കുന്നു, ഉടനെ അടുത്ത മാധ്യമത്തിൽ പോകുന്നു, വൈകുന്നേരങ്ങളിൽ പ്രൈം ടൈം ചർച്ചയിലിരിക്കുന്നു. അദ്ദേഹത്തിന് എവിടെയാണ് രക്ഷാപ്രവർത്തനത്തിന് സമയം കിട്ടുന്നത്? നോക്കൂ, വളരെ കൃത്യമായി ഇപ്പൊ സച്ചിൻ ദേവ് പറഞ്ഞ കൃത്യമാണ്. അവിടെ ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അവിടെ ഒരു ജില്ലാ ഭരണകൂടമുണ്ട്, അവിടെ ഒരു ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുണ്ട്. ആ സർക്കാരിന് സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്തൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ചില പോരായ്മകൾ ഉണ്ടാകും. അത് മനസ്സിലാക്കി അതിനോട് താതാമ്യപ്പെട്ട് അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ള ഒരു മെച്യൂരിറ്റി അത് കാണിക്കേണ്ടത് ഉണ്ടായിരുന്നില്ലേ? അത് കാണിച്ചില്ല എന്നുള്ളതാണ് എന്റെ വിമർശനം. അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിമർശനം. നോക്കൂ, ഇപ്പൊ ഈ നമ്മുടെ അർജുന്റെ അയൽവാസി കൂടിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞല്ലോ, രഞ്ജിത്ത് ഇസ്രായേലിന് നേരെ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടക്കുന്നു. അതിലും നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ രഞ്ജിത്തിനൊപ്പമാണ്. ഈ സോഷ്യൽ മീഡിയ കഴുകന്മാർ തന്നെയാണ് രഞ്ജിത്ത് പറയുന്നതാണ് ശരി, അവിടുത്തെ പോലീസ് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് കുറെ കാലം ആ പോലീസിനെ, അവിടുത്തെ DRF-നെ, അവിടുത്തെ ഭരണകൂടത്തെ കൊത്തുവലിച്ചത്. ഇപ്പോ രഞ്ജിത്ത് പറഞ്ഞത് ശരിയല്ല എന്ന് കണ്ടപ്പോ ഇപ്പൊ രഞ്ജിത്തിനെ കൊത്തിവലിക്കുന്നു. നമ്മൾ വളരെ എന്താ പറയുന്നത്, വളരെ കൃത്യമായ വിമർശനമാണ് നടത്തുന്നത്. സോഷ്യൽ മീഡിയ അറ്റാക്ക് അർജുന്റെ കുടുംബത്തിനെതിരായാണെങ്കിലും രഞ്ജിത്തിനെതിരായാണെങ്കിലും നിഷാദിനെതിരായാണെങ്കിലും എനിക്കെതിരായാണെങ്കിലും അത് തിരുത്തപ്പെടേണ്ടതാണ്, അത് വിമർശിക്കപ്പെടേണ്ടതാണ്, അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ്, അത് നിയമ നടപടിയെ നേരിടേണ്ടതാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. അവിടുത്തെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവർ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരും ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു ദുരന്തം ഉണ്ടാകുന്നു. ആ ദുരന്തത്തോട് ആദ്യ മണിക്കൂറുകളിൽ അവർ പകച്ചു നിന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയണ്ട, ഉണ്ട്. പക്ഷേ അതിനുശേഷം അവർ നടത്തിയ നേവിയുടെ അടക്കം സാന്നിധ്യത്തിൽ അവർ നടത്തിയ മുന്നോട്ട് പോകലുകളുണ്ട്. ആ മുന്നോട്ട് പോകലിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഏതെങ്കിലും കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ അവർ ഞാൻ ചിലരെ മാത്രമാണ് ഉദ്ദേശിച്ചത് നിഷാദ്. എല്ലാവരും അവിടെ വന്ന് ബൈറ്റ് എടുക്കുകയും അവിടുത്തെ ഈ പറയുന്ന ചിത്രങ്ങൾ, അവിടുത്തെ സാഹചര്യങ്ങൾ മലയാളിയുടെ മുമ്പിലേക്ക് എത്തിച്ചത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ വരുന്നവരെ വിമർശിക്കുക, അവിടെ സ്ഥലത്ത് ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരിക്കുന്ന സൈന്യത്തെ പോലും വിമർശിക്കുക, അവിടുത്തെ പ്രോട്ടോകോൾ പോലും നോക്കാതെ രക്ഷാദൗത്യത്തിന് എത്തുന്നവരെ തടഞ്ഞു നിർത്തി അവരെ വിമർശനാത്മകമായി ചാനലുകളിലേക്ക് കാണിക്കുക, അങ്ങനെ ചില ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റ് തന്നെയാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. പറയാൻ ഒരു മടിയും വേണ്ട, ഒരു സംശയം വേണ്ട. നോക്കൂ, അവിടെ നഷ്ടപ്പെട്ടത് അർജുനെ മാത്രമല്ല, അർജുൻ നമ്മുടെ എല്ലാവരുടെയും ഒരു പേഴ്സണൽ നോവാണ്, നമ്മുടെ എല്ലാം വ്യക്തിപരമായ നോവാണ്, സംശയം വേണ്ട, എന്റെയും നിഷാദിന്റെയും ഒക്കെ. പക്ഷെ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന കന്നഡികരുണ്ട്, തമിഴന്മാരുണ്ട്. അപ്പോ ആ കന്നഡികരെ പോലും നഷ്ടപ്പെട്ടെടുത്ത് അവിടുത്തെ കന്നഡ ഗവൺമെന്റ്, അവിടുത്തെ കർണാടക ഗവൺമെന്റ് ഒരു മനഃപൂർവമായ വിട്ടുവീഴ്ച, മനഃപൂർവമായ ഒരു വീഴ്ച വരുത്തും എന്ന് പറഞ്ഞാൽ വിശ്വസനീയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനഃപൂർവമായ വീഴ്ച വരുത്തി എന്ന് വിമർശിക്കരുത് എന്നാണ് വസന്തിന്റെ പോയിന്റ്. സ്വപ്നരാജ്, നാളത്തെ ദിവസം നിങ്ങൾ ഇതിന്റെ ഒരു ഫൈനൽ ദിവസമായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും നാളത്തെ ദിവസം എന്നല്ല, ഞങ്ങൾ ഇന്നലെ മുതലേ അർജുനെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീണ്ടു പോവുകയാണ്. കാരണം നമ്മളെ മുന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അർജുനെ തിരിച്ചെടുക്കുക, അവരെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലേക്കാണ്. അതിനിടയ്ക്ക് ഈ മാധ്യമങ്ങളെയും അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുന്നവരെയും ആക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതാണ് എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവരൊക്കെ ചെയ്ത സംഭാവനകൾ, മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ ചെയ്ത സംഭാവനകൾ വളരെ വലുത് തന്നെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞു, 2 ദിവസത്തോളം ഒച്ച കഴിയുന്ന മാതിരി നടന്ന പ്രവർത്തനങ്ങൾ, അതിനെ ഏകോപിപ്പിക്കാനുള്ള ഒരു ഊർജം കിട്ടുന്നത് മാധ്യമപ്രവർത്തകരുടെയും എല്ലാ മാധ്യമപ്രവർത്തകരുടെയും അവരുടെയൊക്കെ ഒരു ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ലൈവായിട്ട് പല ഭാഗങ്ങളും കേൾക്കുന്നത്, ഇത് ആരാണ് ഇത്രയും VIP ആയിട്ടുള്ള ആൾ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മാറിപ്പോവുകയാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് VIP-കളാണെങ്കിലേ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യൂ എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിൽ കുടിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യും, അത് ഏതൊരു സർക്കാരാണെങ്കിലും. പിന്നെ ദുരന്തങ്ങളൊക്കെ ആദ്യമായിട്ട് വരുന്നതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദുരന്തങ്ങൾ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. കേരളത്തിൽ വന്ന ദുരന്തങ്ങളൊക്കെ എത്രയുണ്ട്, പെട്ടിമുടി ദുരന്തം, മറ്റുള്ള ദുരന്തങ്ങളൊക്കെ ഇതിനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒന്ന് പഠിച്ചിട്ടാണ് വന്നത്. ഇവിടെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ ഘട്ടങ്ങളിൽ അത് എങ്ങനെ തരണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ആ ഭരണാധികാരികൾ അതിൻ്റെ ഒരു ഉത്തമ ഭരണാധികാരികളായി മാറുന്നത്. അവിടുത്തെ മിഷണറീസ് വളരെ കൃത്യമായ രീതിയിൽ ചലിക്കുന്ന മിഷണറീസായി മാറുന്നത്. ഒന്നുമില്ലാതെ 2 ദിവസം നോക്കുകുത്തികളായിട്ട് നിന്നതിന് ആര് സമാധാനം പറയും? അതിന് ഇവിടുത്തെ മാധ്യമങ്ങളോ 24 മറ്റുള്ള ചാനലുകളാണ് ഉത്തരവാദി.
ഈ അവിടെ വന്ന 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന രഞ്ജിത്ത് 3-4 ദിവസം കഴിഞ്ഞിട്ട് വന്ന രഞ്ജിത്ത് ഇസ്രായേലാണ് അതിന് ഉത്തരവാദി. രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ എത്തിപ്പെടേണ്ട അവസ്ഥ വരികയാണ്. കാരണം പറഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആളില്ലാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായമായി മാറുന്ന സമയത്താണ് രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള ആളുകൾ അവിടെ വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ചിങ്ങായിട്ട് ആ സർക്കാരിൻ്റെ കുറ്റം പറയാൻ പാടില്ല, സർക്കാർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് എന്ന് പറയുന്നതിലേക്ക് അർത്ഥമില്ല. സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിൽ പോരായ്മ വന്നിട്ടുണ്ട്, അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ആരും ദോഷം കൊണ്ടിട്ട് കാര്യമില്ല. ദുരന്തങ്ങളൊക്കെ ആദ്യമായിട്ട് വന്നതാണ്, അതിനെ നേരിടുന്നതിൽ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള കാര്യമല്ല. പോലീസ് സേന കൃത്യമായിട്ട് ആ സമയങ്ങളിൽ ഇടപെട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഒന്ന് ഇപ്പൊ ഈ സൈബർ ആക്രമണങ്ങൾ വളരെ ഒരു കാര്യം കൂടെ, ഈ സൈബർ ആക്രമണങ്ങൾ ഇങ്ങനെ അങ്ങേയറ്റം ക്രൂരമായ രീതിയിലേക്ക് വരുമ്പോൾ അത് കണ്ടില്ല എന്നടിക്കുന്നത്, അതിനെപ്പറ്റിയൊരു ചർച്ചകളിലേക്ക് ഇവിടെ വരുന്നില്ല. കാരണം എന്താണ് അതിന്റെ ഭാഗം? കാരണം ആ സർക്കാരിന് വെള്ളം പൂശാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സൈബർ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അതെ നിഷാദ് ഞാനത് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. രഞ്ജിത്ത് ഇസ്രായേൽ അല്ല, നിഷാദ് ആവട്ടെ, ഞാനാവട്ടെ, നമ്മൾ ആരാണെങ്കിലും സൈബർ ബുള്ളിങ് നടക്കുക എന്ന് പറയുന്നത്, അത് നേരിടുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നു എന്താണ്, പെട്ടിമുടിയിലും കവളപ്പാറയിലും ഒക്കെ നമ്മൾ കണ്ടില്ലേ, പെട്ടിമുടിയിൽ ഇപ്പോഴും 9 പേരെ കണ്ടെത്താനുണ്ട് സഹോദര. കവളപ്പാറയിൽ 4 പേര് ഇപ്പോഴും മിസ്സിംഗിലാണ്. ഇപ്പോഴും മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ പ്രശ്നമല്ലത്. നമ്മൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത രീതിയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മുഴുവൻ വലിയ പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെ എങ്ങനെ നേരിടണമെന്ന് അതാത് സർക്കാരുകൾക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ അങ്ങ് പറഞ്ഞു രഞ്ജിത്ത് 4-ാം ദിവസം എത്തിയത് രഞ്ജിത്താണ് കോർഡിനേറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ അവിടെ 3-ാം ദിവസം 6 പേരെ, 2-ാം ദിവസം 6 പേരെ കണ്ടെത്തി. അത് ആര് കോർഡിനേറ്റ് ചെയ്തിട്ടാണ്? അങ്ങ് പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ടാണ്. വളരെ കൃത്യമായ ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. കാണുന്നവർ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. നമ്മുടെ എല്ലാം മറുപടിയുണ്ട്. എന്തായാലും വലിയ വിമർശനവും ആക്ഷേപവും ഒരു വശത്തുള്ളപ്പോൾ തന്നെ രക്ഷാദൗത്യം ശരിയാവണ്ണം പര്യവസാനിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു മനുഷ്യസ്നേഹികളായ മുഴുവൻ ആളുകളെന്നാണ്. നാളെ ഒരു പര്യവസാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. അവസാനിപ്പിക്കുന്നു. താങ്ക് യു വസന്ത്, ഒപ്പം ശ്രീ സ്വപ്നരാജ് MLA, ഒപ്പം ശ്രീ വേണു നായർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.